പ്രധാനമന്ത്രി 5 മണിക്ക് രാജ്യസഭയിൽ സംസാരിക്കുമെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, മറുപടി പ്രസംഗത്തിന് പ്രധാനമന്ത്രിയോട് വരേണ്ട എന്ന് പറഞ്ഞത് താനാണ് എന്ന് ഓം ബിർള തന്നെ വ്യക്തമാക്കുന്നു. വന്നാൽ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന വിവരം ലഭിച്ചു എന്നാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വരേണ്ട എന്ന നിലപാട് എടുത്തത് എന്നും അദ്ദേഹം പറയുന്നു. പി ബസന്ത് വിവരങ്ങൾ നൽകും. ബസന്ത്, ഇന്നലെയാണ് പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് കരുതിയിരുന്നത്, പക്ഷേ ബഹളത്തെ തുടർന്ന് അതുണ്ടായില്ല. അപ്പോൾ നേരത്തെ തന്നെ പ്രധാനമന്ത്രിയോട് എത്തണ്ട എന്ന് പറയാൻ അങ്ങനെ ഒരു ആക്രമിക്കാനുള്ള ഒരു സാധ്യതകൾ കണക്കിലെടുത്തിരുന്നോ? പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഒരു വിശദീകരണമാണ് സ്പീക്കർ നൽകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അദ്ദേഹം പ്രസംഗിക്കാനിരിക്കുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ നിങ്ങൾ കണ്ടതാണ്. ചില എംപിമാർ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് എത്തി എന്ന് പറയുന്നുണ്ട്. വനിതാ എംപിമാരാണ് ഇന്നലെ വന്നത്. അത് കോൺഗ്രസിന്റെ വനിതാ എംപിമാരാണ് വന്നിരുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിയുന്നു എന്ന് തനിക്കൊരു വിവരം ലഭിച്ചു. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആക്രമിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾ ഉണ്ടായേക്കാം എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് വരണ്ട എന്ന് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ സ്പീക്കർ അല്പസമയം മുമ്പ് ലോക്സഭയിൽ പറഞ്ഞത്. ലോക്സഭ ഇപ്പോൾ ബഹളം മൂലം നാളത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്പീക്കറുടെ ഈ നടപടിക്ക് തൊട്ടു മുമ്പ് ചില മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ ആക്രമിക്കാനുള്ള നീക്കമായിരുന്നു ഇന്നലെ നടന്നത് എന്നുള്ള തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സ്പീക്കറും അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള വിവരം ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് താൻ പ്രധാനമന്ത്രിയോട് വരണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി പ്രസംഗം നൽകാൻ പാർലമെന്റിൽ എത്തുക പോലും ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ സ്പീക്കർ വിശദീകരിക്കുന്നത്. ഏതായാലും വലിയ വിവാദങ്ങൾക്ക് ഇത് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അപ്പോൾ തന്നെ സ്പീക്കറുടെ ഈ പ്രസ്താവനയെ വലിയ തോതിൽ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നതാണ്. പുറത്തിറങ്ങിയ ശേഷം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് മോദി സ്പീക്കർക്ക് പിന്നിൽ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പ്രിയങ്ക ഗാന്ധി സ്പീക്കറുടെ ഈ പ്രസ്താവനയ്ക്ക് മറുപടി പറഞ്ഞത്. മോദി സ്പീക്കർക്ക് പിന്നിൽ ഒളിക്കാൻ ശ്രമിക്കുന്നു, അത്തരത്തിൽ യാതൊരു നീക്കവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം വൈകിട്ട് നമുക്കറിയാം പ്രധാനമന്ത്രി 5 മണിക്ക് വരേണ്ടതായിരുന്നു. അദ്ദേഹം 5 മണിക്ക് പ്രസംഗിക്കാൻ വന്നില്ല. വരുന്നതിന് തൊട്ടു മുമ്പ് അവിടെ സ്പീക്കർക്ക് പകരം സന്ധ്യ റായി ആയിരുന്നു അധ്യക്ഷ പദവിയിലേക്ക് വന്നത്. അധ്യക്ഷയായിരുന്നു കൊണ്ട് തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കോൺഗ്രസിന്റെ വനിതാ എംപിമാർ ബാനറുമായി പ്രധാനമന്ത്രിയുടെ സീറ്റിന്റെ അടുത്തേക്ക് നീങ്ങുകയും അതിന്റെ ഇടനാഴിയിൽ കയറി നിൽക്കുകയും ചെയ്തു. തൊട്ട് സമീപം തന്നെ നിൽക്കുന്ന രീതിയിലായിരുന്നു തന്നെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ. ഇതിനെയാണ് ഇപ്പോൾ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാഖ്യാനം അവിടെ ഇപ്പോൾ സ്പീക്കർ തന്നെ കൊണ്ടുവരുന്നത്. ഏതായാലും സ്പീക്കറുടെ ഈ ആരോപണം വലിയ ഗുരുതര ആരോപണങ്ങൾക്ക് വഴിവെക്കും. ശരി ബസന്ത്, ഞാൻ തിരികെ വരാം. സ്പീക്കറുടെ പ്രതികരണം കൂടി കേൾക്കാം. जब सदन के नेता को सम्माननीय महामहिम राष्ट्रपति के अभिभाषण पर जवाब देना था, तो मेरे पास पुख्ता ऐसी जानकारी आई कि कांग्रेस पार्टी के कई सदस्य माननीय प्रधानमंत्री जी के आसन पर पहुंचकर कोई भी अप्रत्याशित घटना कर सकते थे। ये दृश्य मैंने सदन में देखा भी सही। अगर ये घटना हो जाती तो ये अत्यंत अप्रिय देश के लोकतांत्रिक परंपराओं को तार तार कर देता।